ഹലോ, ജാസ്മിൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ പുതിയ വീഡിയോയുമായിട്ടാണ് വന്നത്. എന്തെൻ്റെ വിശേഷം? സുഖമല്ലേ? എനിക്കും സുഖം. രാവിലത്തെ രണ്ടു ചായയും കഴിഞ്ഞു. പിന്നെ ഉച്ചക്കലത്തെ പരിപാടികൾ നോക്കണം. അത്ര ഒരു പണി നടന്നിട്ടില്ല കേട്ടാ. അടിക്കാനും തുടക്കാനും എല്ലാം ഉണ്ട് അത്ര. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു വീഡിയോ ആയിട്ട് തന്നെ വരാമെന്ന് വിചാരിച്ചു. വീഡിയോ അല്ല, ഇങ്ങനെ ഇരുന്നിട്ട് പറയുന്നത് കേട്ടാ. വീഡിയോ ആക്കിയിട്ട് എടുക്കണമെങ്കിൽ കുറേ ഇതെല്ലാം ഉണ്ട്. അപ്പം മക്കളെല്ലാം ഉണ്ടായതുകൊണ്ട് മക്കൾ സ്കൂളിൽ പോയിട്ടില്ല. രണ്ടാളും അവർക്ക് ഡ്രസ്സ് എടുക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ സ്കൂളിൽ ഒന്നും പോയിട്ടില്ല രണ്ടാളും. അങ്ങനെയുണ്ട്. അപ്പം ഒരു ചെറിയ വീഡിയോ, തിരക്കില്ലല്ലോ, സ്കൂളൊന്നും പോകണ്ടല്ലോ പറഞ്ഞിട്ട് ചെറിയ വീഡിയോ എടുക്കാൻ പറയാമെന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ മോൾക്ക് നാളെ 7-ാം വയസ്സ് പൂർത്തിയാകുന്നു. 7 വയസ്സ് 7-ാം പിറന്നാളാണ്. അപ്പം അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. എന്താ വെച്ചാൽ 1 മാസം മുന്നേ പറഞ്ഞു, ഉമ്മ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഉമ്മ എനിക്ക് സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും തരണം, ഉമ്മ സ്കൂളിൽ അത് കൊടുക്കണം, ഇത് കൊടുക്കണം. അത് എന്നോട് മാത്രമല്ല, ടീച്ചറോടും പോയിട്ട് പറയും. ടീച്ചറോടും പറയും, ടീച്ചറെ ഞാൻ ക്രയോൺസ് കൊടുക്കും. അപ്പം പറയുമ്പോൾ വേണ്ട ടീച്ചറെ, അല്ലെങ്കിൽ ഞാൻ പെൻസിൽ കൊടുത്തോളൂ. ഞാൻ പേരൻസ് മീറ്റിംഗ് ടീച്ചർ പറയുമ്പോൾ എനിക്കും വല്ലാതൊരു ഒരു സന്തോഷം വന്നു. മക്കളെ സന്തോഷമല്ലേ നമ്മളെ സന്തോഷം. അപ്പം എല്ലാവരും വിചാരിക്കും ഉണ്ടായിട്ട് കഴിക്കുന്നു, പക്ഷേ മക്കൾക്ക് എന്താ സന്തോഷം, അതാണ് നമ്മൾ സന്തോഷം. എന്താ വെച്ചാൽ ആ സന്തോഷമൊന്നും കിട്ടാതെ ഒരു നാളുണ്ടായി എനിക്ക്. അപ്പം മക്കളെ സന്തോഷം എന്തായിട്ടും നമുക്ക് ആക്കണം. അതുമല്ല, ഞാൻ ഒരാൾക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ 3 പേർക്ക് ഒരുപോലെ വാങ്ങുന്നതിൽ ആർക്കും വാങ്ങൂല. ഡ്രസ്സായാലും ഒരാൾ പിറന്നാളിൻ്റെ ഡ്രസ്സ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് അതേപോലെ കഴിഞ്ഞ മാസം നവംബർ 14 വൈറ്റ് ഇടണം എന്ന് രണ്ടാമത്തെ മോൾക്കും മൂത്ത മോൾക്കും ഉണ്ടായിരുന്നു. അപ്പം ചെറിയ മോൻ സ്കൂളൊന്നും പോകുന്നില്ല, എന്നാലും ഞാൻ വൈറ്റ് ഡ്രസ്സ് വാങ്ങിന് 3ആക്കും. അതുപോലെ പിറന്നാളിൻ്റെ അങ്ങനെ 3ആക്കും ഒരുപോലെ ഞാൻ വാങ്ങും. എന്ത് കാര്യത്തിലും ഒരു പേനയായെങ്കിലും 3ആക്കും ഒരുപോലെ വാങ്ങും. സ്കൂളിൽ പോകുന്നോ ഇല്ലയെന്നല്ല, 3ആക്കും. ഒരു സങ്കടം ഉണ്ടാവും, ഉമ്മ എനിക്ക് മാത്രം വാങ്ങി തന്നിട്ടില്ല, എന്താ ഇതെന്താ എന്നോട് സ്നേഹം ഉണ്ടാവില്ല എന്നില്ലേ. അതുകൊണ്ട് ഞാൻ 3 പേർക്ക് ഒരുപോലെ തുല്യമായിട്ടേ വാങ്ങില്ലും. വാങ്ങുന്നില്ല ആർക്കും വാങ്ങൂല, അതുപോലെയാണ്. അതേപോലെ ഷമീർ ചൗഹാന ഇന്ന് തന്നെ പറഞ്ഞു, ഡ്രസ്സ് എടുക്കുമ്പോൾ 3ആക്കും എടുക്കണം. ഒരാളെ പിറന്നാളെ 3ആക്കും, അതും 2 പെൺപിള്ളേർക്ക് ഒരേപോലത്തെ എടുക്കും കേട്ടോ. 2 പേർക്ക് ഒരേപോലത്തെ എടുക്കും. അപ്പം അതെല്ലാം പറയുമ്പോൾ ഒക്കെ ഇതെല്ലാം കേൾക്കുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം. അപ്പം ഞാൻ കുരുത്തൊക്കെ വിളിക്കുമ്പോൾ പറയും, എൻ്റെ പിറന്നാളില്ല കേട്ടാ, ക്യാൻസൽ എന്ന് പറയും. ഉമ്മ എന്തുമ്മ പ്ലീസ് ഉമ്മ സോറി ഉമ്മ. അത് കേൾക്കാനൊരു നല്ലൊരു രസമുണ്ട്. എല്ലാ കുരുത്തക്കടെ ആക്കും. എന്നെ അവനോട് പറയും, ഞാൻ പോവില്ല, കടയിൽ പോകുന്ന എനിക്ക് കയ്യില്ല, ഞാൻ എന്നാൽ ക്യാൻസലാക്കും. ഇല്ലമ്മ സോറിമ്മ ആ പറയുന്ന കേൾക്കുമ്പോൾ അവനൊരു ഇതുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് എൻ്റെ പിറന്നാൾ കഴിഞ്ഞാൽ എന്താ പറയലെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഇതുവരെ പിറന്നാളിൻ്റെ പേരും പറഞ്ഞിട്ടാണ് നിന്നത്. അങ്ങനെ ഇന്നലെ സ്കൂളിലേക്ക് പച്ചക്കറി കൊടുക്കണം, ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ മക്കളെ ഇതല്ലേ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരല്ല ക്ലാസ്സിലേക്കുള്ള വറവിൻ്റെ ഇതാണ് കൊടുക്കുക. അതെന്നെ ടീച്ചർമാർ പറഞ്ഞു, അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന്. അങ്ങനെ 6 കിലോ ഞാൻ കാബേജും 2 കിലോ സവോളയും കൊടുത്തു. പിന്നെ ക്ലാസ്സിൽ മോള് ക്ലാസ്സിൽ പഠിക്കുന്ന ആകെ 8 പിള്ളേരേ ഉള്ളൂ കേട്ടോ. മലയാളി മീഡിയത്തിൽ 8 പിള്ളേരേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ആ 8 പേർക്ക് ഞാൻ ക്രയോൺസും പെൻസിലും അത് കൊടുത്തു. പിന്നെ ടീച്ചേഴ്സിനെല്ലാം ഓരോരോ പേനയും കൊടുത്തു. അവളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് ഓരോരോ പേനയും കൊടുത്ത്. അതേപോലെ താഴെ സ്കൂളിൽ പോയിട്ട് മുകളിലേക്ക് ഇപ്പോൾ പോയതല്ലേ, LKG UKGയിലത്തെ ടീച്ചർക്ക് ഓള് ആദ്യം വാങ്ങുമ്പോൾ പറഞ്ഞതൊന്നും ഓളെ ടീച്ചറല്ല പറഞ്ഞത്, ഉമ്മ കഴിഞ്ഞ LKGയിലും താഴത്തെ ടീച്ചർമാർക്ക് നമുക്ക് വാങ്ങിത്തരണേ, ആ ടീച്ചർ തന്നെ പഠിപ്പിച്ചതല്ലേ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ. 3 4 പേർ ഭയങ്കര ഇഷ്ടമാണ്. സജിതേശ്വരെന്ന് വെച്ചാൽ ആയനെയും ഒരു അമ്മനെ പോലെ തന്നെ കാണുന്നത്. അത്രയ്ക്ക് സ്നേഹമില്ല അവരാന്നവരെല്ലാം. അങ്ങനെ അവർക്കും എല്ലാം കൊടുത്തു. അങ്ങനെ ഒക്കെ നല്ല സന്തോഷം ഉണ്ടായി. ഇന്നലെ സ്കൂളിൽ പോകാൻ നല്ല സന്തോഷത്തോടെയാണ് പോയത്. അതെല്ലാം വാങ്ങിക്കൊടുത്തു. ഇനി ഇവിടെയും അതുപോലെ ചെറിയ പരിപാടിയാക്കണം. ബലൂണെല്ലാം വാങ്ങണം. അപ്പം ബലൂണെല്ലാം ഇന്ന് പോയിട്ട് വാങ്ങണം, ബലൂണും ഡ്രസ്സെല്ലാം. അപ്പം ബലൂണ് ഓളെന്നെ പറയുന്നു ഡെക്കറേഷൻ ആക്കുന്ന വീഡിയോ എടുക്കണം, എന്നിട്ട് ഇടണം എന്നെല്ലാം പറഞ്ഞു. അതെല്ലാം ഞാൻ വീഡിയോ ആയിട്ട് ഇടും. ഇന്ന് രാത്രി നാളെ തീർത്തിട്ട് ഒരു വീഡിയോ ആക്കിയിട്ട് ഇടാറിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഒരു പാട്ടാക്കിയിട്ടുണ്ട്. പാട്ട് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മോനാക്കിയ ഒരാളുണ്ട് പടന്നയിലില്ല, ചെറുവത്തൂർ പടന്നയിൽ, അയാളെ കൊണ്ട് തന്നെ ആക്കിപ്പിച്ചതാണ്. അയാൾ പാട്ടും ആക്കി തന്നു. അങ്ങനെ എൻ്റെ മക്കൾക്കെല്ലാം അയാൾ തന്നെ പാട്ടാക്കി തരല കേട്ടോ. അഷ്റഫ് എന്നാണ് പേര്. അത് നല്ല നല്ല വോയിസാണ്. അങ്ങനെ അയാളോട് പറയുമ്പോൾ ഒരു പാട്ടും ആക്കി തന്ന്. പിന്നെയെന്ന് വെച്ചാൽ ഇവിടെ ഉച്ചക്ക് നാളെ ബിരിയാണി ആക്കണം. അതിൻ്റെ സാധനം കൊണ്ടുവച്ചിട്ടുണ്ട്, കുറച്ച് സാധനം കൊണ്ടുവച്ചിട്ടുണ്ട്. ബാക്കി പച്ചക്കറിയെല്ലാം വാങ്ങണം അത്ര. പിന്നെ ചിക്കനും പറയുമ്പോൾ അയാൾ ഇവിടെ എത്തിക്കും.
അങ്ങനത്തെ എന്തെല്ലോ ചെറിയ ചെറിയ പരിപാടികൾ. അപ്പോൾ സന്തോഷം വരുമ്പം നമുക്ക് തന്നെ ഒരു മക്കളെ സന്തോഷം കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു മനസ്സ് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിൽ പോവുമല്ലോ. അപ്പം എല്ലാവരും എൻ്റെ മോൾക്ക് ആഫിയത്തും ദീർഘായുസ്സും കിട്ടാൻ എല്ലാവരും ദുആ ചെയ്യുക. അപ്പോൾ ഇനിയും ഒരുപാട് ഇതിലേക്ക് വളരാനുണ്ട് എന്നും. അപ്പം ഇനിയും ഉമ്മാക്കും ഉപ്പാക്കും അനുസരിക്കുന്ന മക്കളായി ആകണം, സാലിഹായി മക്കളായി വളരണം. ആണും പെണ്ണും എന്നല്ല, എല്ലാവരും ആണായാലും പെണ്ണായാലും ഉമ്മാക്കും ഉപ്പാക്കും അനുസരണയിലെ മക്കളായിട്ട് വളരാൻ ദുആ ചെയ്യണം. എന്താ വെച്ചാൽ ചെറിയ പ്രായമല്ലേ, 7 വയസ്സാകുന്നു. 7 വയസ്സാകുന്ന പറയുമ്പോൾ ഇന്നലെ പ്രസവിച്ചതുപോലെ ഉണ്ടോളെ ഇത് കാണുമ്പോൾ ഇന്നലെ പ്രസവിച്ചതുപോലെയാണ് ഉള്ളത്. എന്നാൽ എത്ര പെട്ടെന്നാണ് വർഷം പോയത്, എത്രയും പെട്ടെന്നാണ് ഒന്നെല്ലാം ഒരിതാണ്. അപ്പം ഇനിയും എല്ലാവരും വീഡിയോ കാണാത്തവർ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എനിക്ക് കുറേ ഭീഷണി ഉണ്ടാക്കലും ഇതെല്ലാം വരുന്നുണ്ട്. അതൊന്നും ഞാൻ ഒന്നിലും പെടുത്തുന്നില്ല. എന്താ വെച്ചാൽ നമ്മളെ മൈൻഡിൽ പോയാൽ മതി. എന്ത് ഫേക്ക് അക്കൗണ്ടിലാവുന്നാലും ഏത് അക്കൗണ്ടിലെന്നാലും നമുക്ക് പിടിക്കാൻ പറ്റിയവരെ പിടിക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അപ്പം എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് അതിനായിട്ട്. അപ്പം വീഡിയോയിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോവുമായി ഇനി ഞാൻ വരും. ഇന്ന് രാത്രിയും ഇന്ന് ഡ്രസ്സ് എടുക്കാൻ പോകുന്ന വീഡിയോയും ബലൂൺ വാങ്ങുന്ന, പക്ഷെ അവൾക്ക് ബലൂൺ ഇങ്ങനത്തെ വല്ല കാര്യമാണ് ഡെക്കറേഷൻ എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് അവളെ സന്തോഷം കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. നമുക്കൊന്നും കിട്ടാത്തൊരു സന്തോഷമാണിത്, മക്കളെ സന്തോഷം. അവളോട് എന്ത് പറയുമ്പോൾ അവളൊരു ഉമ്മ എൻ്റെ പിറന്നാളല്ലേ, എൻ്റെ പിറന്നാളപ്പം ഇപ്പം നാളെ പിറന്നാളതിൻ്റെ അടുത്ത മാസം നിൽക്കും, എൻ്റെ പിറന്നാളപ്പം എൻ്റെ പിറന്നാളപ്പം നോക്കും. ഇപ്പോൾ പിറന്നാളുടെ ഭയങ്കര കാര്യമാണ്. അപ്പം കേക്ക് വാങ്ങണം എന്നുണ്ട്, ഒന്നും ആയിട്ടില്ല. അപ്പം അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം നാളെ എങ്ങനെയാ എന്താ ഡെയിലി ഇവിടത്തേക്ക് ഞാൻ പോവണമെങ്കിൽ പാടിച്ചാലേക്ക് പാടിയോട്ടും ചാലാണ് ടൗണ്. അപ്പം അടുത്തേക്ക് പോയിട്ട് വരുമ്പോൾക്ക് നല്ല ഇതാവും. അതുകൊണ്ട് കേക്കിൻ്റെ പെൻഡിങ് വെച്ചിട്ടുണ്ട്, എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പം എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. വീണ്ടും കാണുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ.